ഞാൻ കെസിയ തോട്ടം ടു തട്ടെന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇപ്പോഴത്തെ വെയിലും ചൂടും ഒക്കെയുള്ള കാലാവസ്ഥയിൽ നമുക്ക് വളർത്താനായിട്ട് പറ്റിയ ചില പൂച്ചെടികളെക്കുറിച്ചും അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചൊക്കെയാണ് ഞാനിന്ന് പറയണേ. അപ്പം റോസ്, ചൈനീസ് ബോൾസം, ഡാലിയ, ജമന്തി പോലുള്ള ചെടികളൊക്കെ മലയോര പ്രദേശങ്ങളിൽ, അതായത് ഇടുക്കി, വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മാർച്ചിലും ഏപ്രിലൊക്കെ പൂവുണ്ടാകുന്ന പോലെ, അതായത് അത്രയ്ക്ക് ഭംഗിയിലും നല്ല കൊലകൊലയായിട്ടുമൊക്കെ പൂവിടുന്ന പോലെ മറ്റ് സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ എൻ്റെ നാട് തൃശ്ശൂരാണ്. അപ്പോൾ അതുപോലെയുള്ള ഭയങ്കര ചൂട് കൂടിയ അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയിൽ ഇതുപോലെയുള്ള ചെടികളൊക്കെ അത്രയ്ക്ക് മറ്റ് സമയങ്ങളിൽ ഉണ്ടാകുന്ന പോലെ ഇവിടെ പൂവുണ്ടാവില്ല. അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അപ്പോൾ എവിടെയും എത്ര ചൂടും വെയിലും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലും പൂവിടുന്ന ചില ചെടികളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ലെൻഡാന, അതായത് കൊങ്ങിണിച്ചെടി. പിന്നെ വിങ്ക, ശവന്നാറി എന്ന് പറയില്ലേ അത്. പിന്നെ ബോഗൺവില്ല, ഡയാന്തസ്, പെൻറ്റാസ്, ഇതൊക്കെ ഇപ്പോൾ പാലക്കാടോ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ അങ്ങനെ എവിടെ എത്ര ചൂടുള്ള സ്ഥലത്തായാലും നല്ല പോലെ പൂവുണ്ടാവും. അപ്പോൾ ഇതിനൊന്നും വലിയ പരിചരണവും വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ മുറ്റത്ത് നല്ല വെയിലുള്ള സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ മുറ്റം നല്ല മനോഹരമായിട്ട് വെക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഞാൻ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫെർട്ടിലൈസറും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം പൂവുകളൊക്കെ നല്ല കളറായിട്ടിരിക്കാനും അതുപോലെ അതിൻ്റെ ഇലകൾക്കും ഒക്കെ നല്ല കരുത്തോടെ ഇരിക്കാനും നല്ല കളറുണ്ടാവാനും ഒക്കെയായിട്ട് ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം. അപ്പോൾ ഞാനിത് പച്ചക്കറികൾക്കും ഒഴിക്കാറുണ്ട്, അതുപോലെ പൂച്ചെടികൾക്കും ഇലച്ചെടികൾക്കും ഒക്കെ ഞാൻ ഒഴിക്കാറുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം നേരെ ഒഴിക്കരുത്. കഞ്ഞിവെള്ളം എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ്. പക്ഷേ കഞ്ഞിവെള്ളം നമ്മൾ നല്ല പോലെ ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ 1 കപ്പ് കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 കപ്പ് പച്ചവെള്ളം നമ്മൾ ഒഴിച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ചെടികൾക്ക് ഒഴിക്കണത്. എന്നിട്ട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്, എപ്സം സോൾട്ട്. ഇപ്പം ഈ എപ്സം സോൾട്ട് വളക്കടകളിലും അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെയും എപ്സം സോൾട്ട് കിട്ടും. വലിയ വിലയൊന്നുമില്ല. അപ്പം അത് ഒരു 2 വലിയ സ്പൂണ് ഞാൻ ഈ 10 ലിറ്റർ കഞ്ഞിവെള്ളവും വെള്ളവും കൂടി ഉള്ള ആ മിക്സിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ കലക്കി, തരിയൊന്നും ഇല്ലാണ്ട് നല്ല പോലെ ഇളക്കി ചേർത്ത് ഞാൻ എല്ലാ ചെടികൾക്കും ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ഈ ഫെർട്ടിലൈസർ ഞാൻ ഒഴിക്കാറുണ്ട്. അപ്പോൾ അതിൽ നല്ല മാറ്റമാണ് എല്ലാ ചെടികൾക്കും. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വലിയ വളങ്ങളൊന്നും നമ്മൾക്ക് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഉള്ളതാണ് കഞ്ഞിവെള്ളം. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കും നമ്മുടെ മുറ്റത്ത് നല്ല വെയിലുള്ള ഇപ്പോഴത്തെ ഈ വെയിലുള്ള സമയത്ത് നമുക്ക് നല്ലൊരു പൂന്തോട്ടം നമുക്ക് ഒരുക്കിയെടുക്കാനായിട്ട് പറ്റും.